ബീഹാറിൽ 2005 മുതൽ തന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു. പക്ഷേ ഇതാ 20 വർഷത്തിന് ശേഷം അത് നഷ്ടമായിരിക്കുകയാണ്. BJPക്ക് മുന്നിൽ അതിന് അടിയറവ് വച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ നീക്കം എന്തായിരിക്കും? ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, അതായത് പൊതുഭരണം കഴിഞ്ഞാൽ പിന്നീട് ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തര മന്ത്രിയാവും മന്ത്രിസഭയിലെ രണ്ടാമൻ. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പതിവുമുണ്ട്. ഇവിടെ ബീഹാറിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മഹാഭൂരിപക്ഷത്തിൽ 4/3 കൂടുതൽ ഭൂരിപക്ഷത്തിൽ BJP JDU, അതായത് ഈ NDAയുടെ ബീഹാർ പതിപ്പ് അധികാരത്തിൽ എത്തിയത്. ഇവിടെ വലിയേട്ടനാര് എന്ന പ്രശ്നമുണ്ടാകും എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. BJPക്ക് JDUവിനേക്കാൾ ഏറെ സീറ്റുകൾ ലഭിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിന് BJP തന്നെ അവകാശവാദം ഉന്നയിക്കും എന്ന ഒരു ധ്വനി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഏതാണ്ട് തുല്യമായ സീറ്റുകൾ 101 സീറ്റിൽ മത്സരിച്ച് 90 സീറ്റിൽ BJP ജയിക്കുകയും 101 സീറ്റിൽ തന്നെ മത്സരിച്ച് 84 സീറ്റിൽ JDU ജയിക്കുകയും ചെയ്തപ്പോൾ സമാനമായ ഒരു നമ്പേഴ്സാണ്. മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് കൊടുത്തപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാർ, സ്വാഭാവികമായി BJPയുടെ സ്ട്രെങ്ത് അനുസരിച്ച് 2 ഉപമുഖ്യമന്ത്രിമാരും നേരത്തെ ഉണ്ടായിരുന്ന സാമ്രാട് ചൗധരിയും സിൻഹയും 2 പേരും BJP നോമിനീസാണ്. അപ്പോൾ പ്രധാന ചോദ്യം, കഴിഞ്ഞ തവണ മാത്രമല്ല 2005 മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിതീഷ് കുമാറിൻ്റെ 10 മന്ത്രിസഭകളിൽ, അതായത് 9, ഇതിനു മുൻപുള്ള 9 മന്ത്രിസഭകളിൽ 8ലും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നിതീഷിൻ്റെ വിശ്വസ്തരോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്രാവശ്യവും വലിയ വിമുഖത ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തരം വിട്ടുകൊടുത്താൽ എങ്ങനെയാണ് തൻ്റെ സ്വന്തം കക്ഷിയിലെ MLA-മാരെ കൂടെ നിർത്താൻ ആഭ്യന്തരത്തിന് ഒരു വലിയ കഴിവുണ്ട്. ഏറ്റവും അധികം ബീഹാറിൽ പേടിക്കേണ്ടത് MLA-മാരുടെ കൂറാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ BJP MLA-മാർ കൂറ് മാറാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് മറ്റൊരിടത്തോട്ട് പോകാനുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിന് BJP എന്നും മിടുക്ക് കാട്ടിയിരുന്നു. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണ സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ സ്വന്തം കൈപ്പിടിയിലുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ തൻ്റെ പാർട്ടിയെ ഒരുമിച്ച് നിർത്താം എന്ന ചിന്ത കൂടിയുണ്ട്. പ്രഥമദൃഷ്ട്യാ നമ്മൾ വിചാരിക്കും, എന്താണ് പാർട്ടിയെ ഒന്നിച്ച് നിർത്തുന്നതിന് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രസക്തി എന്താണ്? പക്ഷേ ബീഹാറാണ് സ്ഥലം എന്നതുകൂടി ഓർക്കുക. അതുകൊണ്ട് ബീഹാറിൽ BJP പിടിമുറുക്കുന്നു സാവധാനത്തിൽ. ആഭ്യന്തരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇപ്പോൾ സാമ്രാട് ചൗധരി, ഉപമുഖ്യമന്ത്രി തന്നെയാണ്. നാം കുറച്ചു നാൾ മുൻപ് പരിശോധിക്കുകയാണെങ്കിൽ JDU RJD സഖ്യമുണ്ടായിരുന്ന ആ സമയത്ത് തൻ്റെ സർക്കാരിലേക്ക് കൂടുതൽ RJD കൈകടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹം മറുകണ്ഠം ചാടിയത്. അപ്പോൾ വീണ്ടും BJP കൈകടത്തുന്നു എന്ന് പറയുമോ? അതിനുള്ള ബാല്യം നിതീഷ് കുമാറിനുണ്ടോ എന്നതാണ്. കാരണം നിതീഷ് കുമാറിന് പൂർണ്ണമായ ഫിറ്റല്ല, ഫിസിക്കലി ഫിറ്റല്ല, പൂർണ്ണമായി മെൻ്റലി ഫിറ്റാണോ എന്നത് പോലും പലരും സംശയം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അൽഷമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓർമ്മ കുറവിൻ്റെ ഒരു അസുഖം കുറേ കാലമായിട്ട് അലട്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം മനഃപൂർവ്വമായി ചെയ്യുന്നതല്ല എന്നതാണ്. അവിടെ ആഭ്യന്തരം കൈമോശം വരുമ്പോൾ, എന്നാൽ നിർണായക 14 വകുപ്പുകളാണ് BJPക്ക് ആകെ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ വളരെ കുറവ് 9 വകുപ്പുള്ള മറ്റുമാണ് JDU എടുത്തിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പദവി നിലനിർത്താനായി എന്നത് വളരെ വലിയ കാര്യവുമാണ്. അതുപോലെ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവ്, മാഞ്ചിയുടെ തന്നെ മകന് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഉപേന്ദ്ര കുഷ്വാഹ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ്. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. BJP ഒഴിച്ചുള്ള മറ്റെല്ലാ പാർട്ടികളും തന്നെ മക്കൾ രാഷ്ട്രീയം. നിതീഷ് കുമാറിന് ആ ഒരു ദോഷമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം നിതീഷ് കുമാർ ഇമ്മീഡിയറ്റ് ത്രെട്ട് ഉണ്ടോ എന്നതല്ല, കാലാവധി പൂർത്തിയാക്കാനുള്ള ആരോഗ്യവും മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ നിതീഷ് കുമാറിനുണ്ടോ? 2, നിതീഷ് കുമാർ ഏതെങ്കിലും കാരണവശാൽ പുറത്തു പോകേണ്ടി വന്നാൽ, ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ആരോഗ്യപരമായ കാരണങ്ങളാൽ പോകേണ്ടി വന്നാൽ രണ്ടാമൻ ആര്? നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് JDUവിലെ രണ്ടാമൻ എന്നൊന്നില്ല യഥാർത്ഥത്തിൽ. പല മന്ത്രിമാരുമുണ്ട്. പക്ഷേ നിതീഷ് കുമാറിന് പകരം വയ്ക്കാവുന്ന മറ്റൊരു സുശാസൻ ബാബുവിനെ കണ്ടെത്താൻ JDUവിന്
കഴിയാതെ വന്നേക്കാം. അവിടെയാണ് BJP എന്ന മുഖ്യകക്ഷിയുടെ പ്രസക്തി. ഇപ്പോഴും കഴിഞ്ഞ നിയമസഭയിൽ ഏറെ സീറ്റുകൾക്ക് മുന്നിലായിരുന്നു. 74 സീറ്റുകൾ, നിതീഷ് കുമാറിന് 43 സീറ്റുകളാണ് ഉണ്ടായത്. ഇപ്രാവശ്യം അതേക്കാൾ ഏറെ മുന്നോട്ട് പോയി. രണ്ട് കക്ഷികളും ഏതാണ്ട് തുല്യശക്തികളാണ്. എങ്കിലും BJP ആണ് ഒരു നെല്ലടയെങ്കിലും മുന്നിൽ BJP തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ആദ്യമായി ബീഹാറിൽ ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഈ നിയമസഭയുടെ ടേം അവസാനിക്കുന്നതിന് മുൻപ്? അതാണ് പ്രധാനം. അതുകൊണ്ട് നിതീഷിന് താൻ പലരും ആ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഈ JDU-നെ ഒഴിവാക്കിയാൽ തന്നെ BJP-ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. JDU-നെ ഒഴിവാക്കിയാൽ തന്നെ ഈ 84 പേരുള്ള JDU നിയമസഭാ കക്ഷിയെ ഒഴിവാക്കിയാൽ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെയും RLD-യുടെയും എല്ലാം മറ്റ് LJP-യുടെയും എല്ലാം LJP-ക്ക് 19 MLA-മാരുണ്ട്. 29 സീറ്റിൽ മത്സരിച്ച് 19 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് വെച്ച് ഭൂരിപക്ഷത്തിന് അടുത്തുള്ള നമ്പറിലെത്താം. പിന്നെ മറ്റേതെങ്കിലും ചെറിയ ഒരു പാർട്ടി പിന്തുണ പിൻവലിക്കുന്നുവെങ്കിൽ ആ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമല്ലോ. JDU-വിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അവിടെ കുറച്ച് പേര് ഒന്നുകിൽ മനഃപൂർവ്വമായി രാജിവയ്പ്പിക്കുക, അല്ലെങ്കിൽ നെടുകെ പിളർന്നു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗം മഹാരാഷ്ട്ര മോഡലിൽ BJP-യോടൊപ്പം നിൽക്കാനുള്ള. ഡൽഹിയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി തന്നെ ബീഹാറിൽ BJP മുഖ്യമന്ത്രി വരുമായിരുന്നല്ലേ. മഹാരാഷ്ട്ര മോഡൽ ഒരു പിളർപ്പ് അവിടെ ഉണ്ടാകും. ഏറെക്കാലമായി BJP-യുടെ ഒരു രീതിശാസ്ത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒറീസയിൽ വളരെ ഒരു ജൂനിയർ പാർട്ട്ണറായിട്ടാണ് ഒറീസയിൽ തുടങ്ങിയത് BJP. അതായത് BJD ബിജു ജനതാദൾ വേഴ്സസ് കോൺഗ്രസ് എന്നതായിരുന്നു ഏറെക്കാലമായുള്ള സമവാക്യം. അവിടെ 3-ാം സ്ഥാനത്ത് നിന്നും BJP മുഖ്യ പ്രതിപക്ഷമാകുന്നു. ഇപ്പോൾ രണ്ട് കക്ഷികളെ കവച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ BJP ഒരിക്കലും ഒരു വൻ ശക്തിയായിരുന്നില്ല. അവിടെ NCP കോൺഗ്രസ് ഒക്കെ ശക്തികൾ, കോൺഗ്രസിന് തേരോട്ടം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനെതിരെ നിന്നിരുന്ന ശരത് പവാറിൻ്റെ പാർട്ടി ഇണങ്ങിയും പിണങ്ങിയും നിന്നു. കോൺഗ്രസിനെതിരെയും അനുകൂലമായിട്ടും ഒക്കെ നിന്നിട്ടുണ്ട് പല സമയത്തായി. അപ്പോൾ അവിടെ ഓൺ പേപ്പർ ശിവസേന BJP on the one side and Congress NCP on the other side. ഇതൊരു സ്വാഭാവിക ഇതാണ്, ഡൈക്കോട്ടമിയാണ്. പക്ഷെ അതിൽ നിന്നും ശിവസേനയെ ഉദ്ധവ് താക്കറെ വിഭാഗമായും ഷിൻഡെ വിഭാഗമായും പിളർത്തിയെടുക്കുകയും NCP അജിത് പവാർ വിഭാഗമായും ശരത് പവാർ വിഭാഗമായും പിളർത്തിയെടുക്കുകയും ചെയ്ത് ഒരു പ്രമുഖ വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞു. എന്നിട്ട് അവരെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരെക്കാൾ ഏറെ സീറ്റുകൾ നേരിട്ട് നേടിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തിലെത്താൻ ഫഡ്നാവിസിന് കഴിഞ്ഞു. മുൻപും കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും കഴിയുന്നു. അപ്പം മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച് വിജയിച്ച മോഡൽ ബീഹാറിൽ എന്തുകൊണ്ട് ചിലവാകുന്നില്ല? അത് വലിയ ചോദ്യമാണ്. പലരും മാറി നിന്നുകൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തെ നോക്കുന്നവർ അവർ ചോദിക്കുന്നുണ്ട്. ഉത്തരം നിതീഷ് കുമാർ എന്ന ഒറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൊണ്ടുവരാനാവുന്ന ഒരു കാസ്റ്റ് ഇക്വേഷൻ BJP-ക്ക് ഒരിക്കലും ബീഹാർ എന്ന സംസ്ഥാനത്ത് കൊണ്ടുവരാനാവില്ല. കാരണം മുന്നാക്കക്കാരെ മാത്രമാണ് BJP-ക്ക് ഉറപ്പായി കൊണ്ടുവരാനാവുക. വികസന വോട്ടുകൾ, OBC വോട്ടുകൾ, EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് വോട്ടുകൾ, മഹാദളിതുകളുടെ വോട്ടുകൾ, ഇതൊക്കെ ഒരു മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നിതീഷിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ ബീഹാറിലെ മുസ്ലിങ്ങളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും നിതീഷ് കുമാറിനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവരൊരിക്കലും ഒരു NDA അലയൻസിനെ ഒരു മുഖ്യമന്ത്രിയെ സാധാരണഗതിയിൽ വിശ്വസിക്കില്ല. പക്ഷെ നിതീഷ് വ്യത്യസ്തനായി നിൽക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് സർവ്വസമ്മതനായ ഒരു വ്യക്തി. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ നിതീഷ് ഉള്ളിടത്തോളം കാലം നിതീഷിനെ റീപ്ലേസ് ചെയ്യാൻ BJP ഒരുമ്പിടില്ല. നിതീഷിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിലോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ മാറി നിൽക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ JDU-വിൽ നിന്നാവില്ല, മറിച്ച് BJP-യിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരിക. ആ ഒരു ആസ്പെക്റ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തരം BJP-യുടെ കയ്യിലായിരിക്കുന്നു. ആഭ്യന്തരമായി എന്തെല്ലാം ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചാൽ ഇദ്ദേഹം വഴുതി മാറുന്നതാണ് നിതീഷ് കുമാറിൻ്റെ സ്വഭാവം. നിതീഷ് എപ്പോഴും ഓപ്ഷൻസ് കാണുന്ന ഒരാളാണ്. അസാധ്യമെന്ന് നമ്മൾ പൊതുവെ കരുതുന്ന പല ഓപ്ഷൻസും അദ്ദേഹം കാണും. അദ്ദേഹത്തിന് ആരുമായും തൊട്ടുകൂടായ്മയൊന്നുമില്ല. തൻ്റെ ബദ്ധ വൈരിയായ ലാലു പ്രസാദ് യാദവിൻ്റെ RJD-യുമായി ഒന്നിലധികം പ്രാവശ്യം സന്ധി ചെയ്തുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, തൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ മാത്രം കോംപ്രമൈസ് ചെയ്യാതെ തേജസ്വി യാദവിനെ 2 പ്രാവശ്യമാണ് ഉപമുഖ്യമന്ത്രിയാക്കി ഭരണം നിർവഹിച്ചത്. നാളെ അങ്ങനൊരു പരീക്ഷണത്തിന് മുതിരാനാവാത്ത രീതിയിൽ ഇപ്പോൾ നമ്പേഴ്സ് എത്തി നിൽക്കുകയാണ്. RJDക്ക് കേവലം 25 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ 75 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 25ലേക്ക് മാറുമ്പോൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ 84-ഓടൊപ്പം 25 കൂടെ ചേർന്നാലും ഭരണത്തിനാവശ്യമായ നമ്പേഴ്സ് വയ്ക്കാൻ അവിടെ കഴിയുന്നില്ല.
അതുകൊണ്ട് അത് നിതീഷ് കുമാറിനെ BJP ആ രീതിയിൽ ഇപ്പോൾ സംശയിക്കുന്നില്ല. പക്ഷെ നിതീഷിന് ശേഷം NDA മുന്നണിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നെങ്കിൽ അത് BJP മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ തെളിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.